നിലമ്പൂർ പാറേക്കാട് സ്ഥലപരിമിതിയുള്ള വീട്ടിൽ കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബത്തിന്റെ ദുരിത ജീവിതത്തിന് അറുതിയായി കുറുമ്പിയമ്മയ്ക്കും കുടുംബത്തിനും ITDP മറ്റൊരു താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചെറിയ വീട്ടിൽ തിങ്ങിപ്പാർത്തിരുന്ന 21 കുടുംബത്തിന്റെ വാർത്ത പുറംലോകത്തെ അറിയിച്ചത് 24 ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മയുണ്ടാകും. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് 24 സംഘം ഇപ്പോൾ ഈ പാറക്കാട് നഗറിൽ നിൽക്കുന്നത്. ഇതാണ് കുറുമ്പിയമ്മയുടെ വീട്. ഇതിൽ 21 പേരാണ് ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതെ കഴിഞ്ഞിരുന്നത്. അവരുടെ ഒരു മകൻ ഇവിടെ കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ തൊട്ടടുത്ത് ആട്ടിൻകൂടിനായിട്ട് അനുവദിച്ച ഷെഡിലാണ് കടന്നിരുന്നത്. ആ ഒരു ദുരിത ജീവിതത്തിന് അറുതിയായിരിക്കുന്നു. 24ന്റെ നിരന്തരമായിട്ടുള്ള വാർത്താ ഇടപെടൽ കാരണം ITDP തന്നെ ഇതിലൊരു പരിഹാരം കണ്ടിരിക്കുന്നു. ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു ആദിവാസി കുടുംബത്തിന്റെ ഒരു വീട് അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ വീട് ITDP ഏറ്റെടുക്കുകയും അത് ഇവരുടെ ഒരു കുടുംബത്തിനെ കൈമാറുകയുമായിരുന്നു. ഇപ്പോൾ കുറുമ്പിയമ്മയുടെ ഒരു മകളും കുടുംബവും ഈ വീട്ടിലേക്ക് മാറി താമസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. കുറുമ്പിയമ്മ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പം ആശ്വാസമായോ? എനിക്ക് നല്ല ആശ്വാസമായി. സന്തോഷമാണ് കാര്യത്തിൽ. ഒരു വീടെങ്കിലും ഒരു വീട് കിട്ടിയാൽ എനിക്ക് കയറി കിടക്കാൻ. അത്രയും വലിയൊരു സന്തോഷം എനിക്കിന്നില്ല. ഇപ്പോൾ ഒരു മക്കളെങ്കിലും ഒരു മക്കൾ വേറെ പോയാൽ എത്രയും നല്ലൊരു സന്തോഷം എനിക്ക്. അന്ന് ഇരുന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നൊക്കെ കിടക്കാനൊക്കെ പറ്റിയോ? ഞാനിപ്പോൾ കാല് നീട്ടി കിടക്കുന്നുണ്ട്. മറ്റത് ഞാൻ വെറും ഇരുന്ന് ഉറക്കാം. ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ആ കാര്യത്തിൽ എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇപ്പോൾ ITDP ഒക്കെ പറയുന്നത് ഇനി വേറൊരു വീട് വെച്ച് തരാം സ്ഥലം ഉണ്ടെങ്കിൽ എന്നാണ്. ഇനി അങ്ങനെ ഒരു ആവശ്യം കൂടി ഇല്ലേ? പിന്നെ സ്ഥലം ഇവിടെ ഉണ്ട്. വേറെ വെക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ വെച്ച് തരികയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. സങ്കടപ്പെടണ്ട, എല്ലാ പരിഹാരമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് സന്തോഷത്തിന്റെ കണ്ടീരാ അല്ലേ? നമുക്കൊരു ഒരു കൂട്ടം തന്നെ നമുക്ക് ഇതായി കിട്ടിയല്ലേ എത്ര ഇതാണ്. അതിന് ഏതമ്മമാർക്ക് അങ്ങനെ തന്നെയാണ്. നമ്മളെ മുതൽ തന്നെ നമ്മളെ മക്കളല്ലേ. ഞാനങ്ങനെ കണക്കൂട്ടുന്ന ആളാണ്. എൻ്റെ മക്കൾ തന്നെയാണ് എൻ്റെ മുതലും. SK, അപ്പോൾ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഇവർക്ക് സ്ഥലം ഇവിടെ കണ്ടെത്തുകയാണെങ്കിൽ, പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ ഇവർക്കൊരു വീട് പണിത് കൊടുക്കാമെന്നുള്ളതാണ് ITDP പറയുന്നത്. അടുത്ത ഭരണസമിതി അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഈ ചാലിയാർ പഞ്ചായത്ത് ഇതിനോടകം തന്നെ നമ്മുടെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി ഇടപെട്ടിരുന്നു. ഇപ്പോൾ നിലമ്പൂർ മെർച്ചൻ്റ് അസോസിയേഷൻ ഒരു വാടകയ്ക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ ഗഡു തുകയായിട്ടും കൈമാറിയിരുന്നു. അപ്പോൾ അത് ഈ വീട്ടിൽ വൈദ്യുതി അതിൻ്റെ ആ ഒരു പ്രശ്നത്തിന് കൂടി പരിഹാരം കാണുന്നതിന് വേണ്ടി ആ തുക വിനിയോഗിക്കുമെന്നുള്ളത് കൂടി പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബം ഇങ്ങോട്ടേക്ക് ഒരു 6ഓളം പേർ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ കുറച്ചുകൂടി സുഗമമായിട്ട് കഴിയാമെന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.